എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വെറും വാക്ക് പറയുകയല്ല നിങ്ങളോട്. ബലിപീഠത്തിൽ അഴിയാത്ത ഒരു കുരുക്കുമില്ല, ഒരു കുരുക്കുമില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ അലഞ്ഞ് സമയം കളയാതെ നിന്റെ ഇടവകപ്പള്ളിയിലോട്ട് പോകും. 2 കാര്യങ്ങൾ ഒരു ദേശം ശ്രദ്ധിച്ചാൽ ആ ദേശം രക്ഷപ്പെടും. ഒന്നാമത്തേത് പരിശുദ്ധ കുർബാന അർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുക. 2 ദിവ്യകാരുണ്യ ആരാധനകൾ നടത്തുക. നിത്യാരാധന കേന്ദ്രങ്ങൾ ഉയരുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമ്മൾ മൗണ്ട് കാർമലില് അവിടെ ആ ധ്യാന കേന്ദ്രത്തിന്റെ ആരംഭത്തില് എന്ത് ചെയ്യണം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ നിന്നിട്ടില്ല, എനിക്കൊരു ധ്യാനഗുരുക്കന്മാരുടെ ശിക്ഷണമില്ല, ഞങ്ങളുടെ സഭയിൽ അങ്ങനെ ധ്യാന കേന്ദ്രങ്ങളൊന്നും ഇല്ല, എനിക്ക് അങ്ങനെയുള്ള യാതൊരു പരിശീലനവും ഇല്ല. ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ വളരെ വ്യത്യസ്തമായ വേറൊരു ജീവിത സാഹചര്യത്തിൽ വരികയാണ്. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ചെയ്യണം, ഒരു പരിശീലനം ആരും തന്നിട്ടില്ല, അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്യും കർത്താവെ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ആത്മീയ ഉപദേശം കിട്ടി. രാവും പകലും നിത്യാരാധന നടത്തുക. ധ്യാന കേന്ദ്രത്തില് രാത്രിയും പകലും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഈശോയെ ആരാധിക്കുക. ബാക്കിയെല്ലാം ഈശോ ചെയ്തോളും. അങ്ങനെ അന്ന് തുടങ്ങിയതാണ്, രാത്രിയും പകലും. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൗണ്ട് കാർമലിൽ ആരാധനയുണ്ട്. രാത്രി 2 മണിക്കുണ്ട്, 3 മണിക്കുണ്ട്, 5 മണിക്കുണ്ട്, 6 മണിക്കുണ്ട്. റൗണ്ട് ദ ക്ലോക്ക്, രാവും പകലും മുടങ്ങ